വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഫ്ലൈയിങ് ടുഗെദർ എന്ന പാഠത്തിൻ്റെ എക്സർസൈസുകളാണ്. ഇത് പേജ് 37 മുതൽ തുടങ്ങുന്നതാണ്. ഇതാ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൂന്നാമത്തതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് പ്രപ്പോസിഷൻസ് സച്ച് ആസ് ടു, at, of, on, in, into, with. One has been done for you. ഒരെണ്ണത്തെ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. അതിലെ അതേതാണ്? ദിസ് ട്രീ വാസ് ദ ഹോം ഓഫ് എ ഫ്ലോക്ക് ഓഫ് വൈൽഡ് ഗീസ്. അവിടെ പൂരിപ്പിച്ചിരിക്കുന്ന ഓഫ് എന്നാണ്. നമുക്ക് രണ്ടാമത്തത് നോക്കിയാലോ. ഹി നോട്ടീസ്ഡ് ദ ക്രീപ്പർ ഡാഷ് ദ ഫുട്ട് ഓഫ് ദ ട്രീ. He noticed the creeper at the foot of the tree. At the foot of the tree. He noticed the creeper at the foot of the tree. എന്താണ് സൂചിപ്പിക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്തത്. It would be a pity to destroy it now. It would be a pity to ആണ് അവിടെ ചേർക്കേണ്ട preposition. It would be a pity to destroy it now. Then as they flew off the tree they were trapped. As they flew off the tree. Off or double F ഉള്ള ഓഫ് ആണ്. As they flew off the tree they were trapped. അവിടെ ഓഫ് ആണ് ചേർക്കേണ്ടത്. OF ഓഫ്. അടുത്തത്. The boy ran with the dog. അവിടെ ചേർക്കേണ്ട പ്രപ്പോസിഷൻ വിത്താണ്. The boy ran with the dog. വിത്താണ് ചേർക്കേണ്ടത്. The frogs jumped into the well. The frogs jumped into the well. Into എന്നുള്ളതാണ് അവിടെ ചേർക്കേണ്ടത്. തവള കിണറ്റിലേക്ക് ചാടി. The girl was thrilled to see her little bicycle. The girl was thrilled to see her. To ആണ് ഇവിടെ ചേർക്കേണ്ടത്. To see her new bicycle. The birds were caught in the nest. In ആണ് അവിടുത്തെ പ്രൊപ്പോസിഷൻ. The children walked on the bridge. അതാ The children walked on the bridge. പാലത്തെ കൂടെ കയറി നടന്നു. അപ്പോൾ നമ്മളിത് പൂരിപ്പിച്ച് കഴിഞ്ഞു. ആദ്യം ഉള്ളത് നമ്മൾ പൂരിപ്പിച്ച അറ്റ്, പിന്നെ ടു, പിന്നെ ഓഫ്, പിന്നെ വിത്ത്, പിന്നെ ഇൻറ്റു, പിന്നെ ടു, പിന്നെ ഇൻ, പിന്നെ ഓൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബോക്സ്. ഓരോ ബോക്സിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് ഉണ്ട്, എക്രോസ് ഉണ്ട്, വിത്ത് ഉണ്ട്, അലോങ്, ടു, ആഫ്റ്റർ, നെക്സ്റ്റ് ടു, ഇൻ ടു, ഫ്രം എന്നീ വാക്കുകളൊക്കെയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളവ തിരഞ്ഞെടുത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം. അതാണ് ആ ബ്ലാങ്ക്സിലൊക്കെ ഒന്നൊക്കെ ചെയ്യണം. വൺ ഡേ ആസ് ഐ വാസ് വാക്കിംഗ് ഡാഷ് ദ റോഡ് ഡാഷ് ദ ബാങ്ക് ഓഫ് ദ റിവർ. വൺ ഡേ ആസ് ഐ വാസ് വാക്കിംഗ് എലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് എലോങ് എന്നാണ്. ഐ സോ മൈ ഫ്രണ്ട് റണ്ണിങ് എക്രോസ് ദ ഫീൽഡ്. ഐ സോ മൈ ഫ്രണ്ട് റണ്ണിങ് എക്രോസ് ദ റോഡ്. എക്രോസ് എന്നാണ് രണ്ടാമത്തത്. ഹി വാസ് കോളിങ് മൈ നെയിം ആൻഡ് വേവിങ് ടു മീ. ഹി വാസ് കോളിങ് മൈ നെയിം, എന്നെ വിളിച്ചു. ആൻഡ് വേവിങ് ടു മീ, എന്നോട് കൈ കൊണ്ട് വേവ് ചെയ്ത് കൈ ആട്ടി കാണിച്ചു. ഐ സ്റ്റോപ്ഡ് ആൻഡ് വെയിറ്റഡ്. ഞാൻ അവിടെ നിന്നു, വെയിറ്റ് ചെയ്തു. ആഫ്റ്റർ സം ടൈം, ആഫ്റ്റർ എന്നാണ് പിന്നെ വേണ്ടത്. ആഫ്റ്റർ സം ടൈം ഹേ റീച്ച് വേർ ഐ വാസ് സ്റ്റാൻഡിങ്. ഞാൻ നിൽക്കുന്നിടത്ത് അവൻ വന്നു. ഹീ സെഡ് ഐ വെൻറ്റ് ഓൾ അറൗണ്ട് ദ ടൗൺ. അയാൾ പറഞ്ഞു ഐ വെൻറ്റ് ഓൾ അറൗണ്ട് ദ ടൗൺ ലുക്കിംഗ് ഫോർ യു. ഞാൻ നിന്നെ തിരഞ്ഞ് ടൗൺ മുഴുവൻ നടന്നു. ഐ ഹാവ് സം എക്സൈറ്റിംഗ് ന്യൂസ് ടു ഷെയർ വിത്ത് യു. അവിടെ വിത്താണ് വേണ്ടത്. ഡു യു റിമെമ്പർ ദ ഓൾഡ് ഹൗസ് നെക്സ്റ്റ് ടു ദ നീം ട്രീ. ഓൾഡ് ഹൗസ് നെക്സ്റ്റ് ടു ദ നീം ട്രീ, അടുത്തുള്ളത്. ഗസ് ഹു ഈസ് ഇൻ ടു ദാറ്റ് ഹൗസ്. ഹു ഈസ് മൂവിങ് ഇൻ ടു ദാറ്റ് ഹൗസ്. ആരാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ജനക് ദാസ്, ഗ്രേറ്റ് മജീഷ്യൻ. അത് ആ ഗ്രേറ്റ് മജീഷ്യനാണ്. നൗ വി ക്യാൻ ലേൺ ലോട്ട്സ് ഓഫ് മാജിക് ട്രിക്സ്. നമുക്ക് ഒരുപാട് മാജിക് ട്രിക്സ് പഠിക്കാൻ പറ്റും. ഫ്രം ഹിം, ഫ്രം ആണ് അവിടെ വേണ്ടത്. അപ്പോൾ അവിടെ ഓരോന്നും വേണ്ടത്. ആദ്യം വേണ്ടി എലോങ് ആണ്,
പിന്നെ അക്രോസ് ദ ഫീൽഡ്, ടു മീ എന്നുള്ള വേവിങ് ടു മീ, അത് കഴിഞ്ഞ് ആഫ്റ്റർ, അത് കഴിഞ്ഞ് അറൗണ്ട്, അത് കഴിഞ്ഞ് വിത്താണ്. നെക്സ്റ്റ് ടു നെയിം ട്രീ, നെക്സ്റ്റ് ടു എന്നാണ്. പിന്നെ ഇൻ ടു ആണ് വേണ്ടത്. പിന്നീട് ഫ്രം ആണ്. മനസ്സിലായല്ലോ അത്രയും ഭാഗം. ദെൻ fill in the blanks given below with question words. Fill in the blanks given below with question words. Question words ചേർക്കണം. ഫോർ എക്സാമ്പിൾ, വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് വസിക്കുന്നത്, എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കില്ലേ. അപ്പോൾ വേറാണ് വേണ്ടത്. എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയെന്ന് ചോദിക്കുന്നത് വേറെന്നാണ്. ദെൻ വേർ ഡു യു ലീവ് എന്നാണ് വേണ്ടത്. ഒന്നാമത്തതോ ഡാഷ് ഡു യു പ്ലേ. നമുക്ക് എവിടെയാണ് നിങ്ങൾ കളിക്കുന്നത്, വേർ ഡു യു പ്ലേ. അപ്പോൾ ആദ്യം വേറാണ്. ഡാഷ് ഡു യു ഗെറ്റപ്പ്, എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത്. ഡാഷ് ഡു യു ഗെറ്റപ്പ്, വെൻ ഡു യു ഗെറ്റപ്പ്, എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, അപ്പോൾ വെന്നാണ്. ഡാഷ് ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അപ്പോൾ എപ്പോഴാണെന്ന് ചോദിക്കുന്നത് വെന്നാണ്. വെൻ ഡു യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത് വെൻ ഡു യു ഗോ ടു സ്കൂൾ, എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. വെൻ ഡു യു ഗോ ടു സ്കൂൾ, എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. വാട്ട് ഡു യു ലൈക്ക് ബെസ്റ്റ് ഇൻ ദ സ്കൂൾ, സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗെയിംസ്, ആർട്ട് ഓർ മ്യൂസിക്, ഇത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ വാട്ട് ഡു യു എന്നാണ്. അടുത്തത് വെൻ ഈസ് യുവർ ബർത്ത്ഡേ, എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ, വെൻ ആണ് വേണ്ടത്. വാട്ട് ഡു യു വോണ്ട് ഫോർ യുവർ ബർത്ത്ഡേ, നിൻ്റെ ബർത്ത്ഡേക്ക് നിനക്ക് എന്താ വേണ്ടിയത്, അപ്പോൾ വാട്ടാണ് അവിടെ. വാട്ട് ഡു യു വോണ്ട് ഫോർ യുവർ ബർത്ത്ഡേ എന്നാണ് വേണ്ടിയത് കേട്ടോ. അടുത്ത പേജ് നോക്കിയേ. 6 റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്, അതാണ്. 2 ബബിൾസ് കൊടുത്തിട്ടുണ്ടാവത്തില്ല. ഒന്നിൽ എഴുതിക്കുന്ന എന്താ, വെൽ ദർ ഈസ് നോ ഹറി, ധൃതി പിടിക്കാൻ ഒരു കാര്യമില്ല, ധൃതി പിടിക്കണ്ട. ദ ക്രീപ്പർ ഈസ് വെരി സ്മോൾ, ആ വള്ളിച്ചെടി വളരെ ചെറുതാണ്. ഇറ്റ് വുഡ് ബി എ പിറ്റി ടു ഡിസ്ട്രോയ് ഇറ്റ് നൗ, ഇപ്പം അതിനെ നശിപ്പിക്കുന്ന വളരെ പിറ്റിയാണ്, ദയനീയമാണ്. രണ്ടാമത്തതിലോ സോ ഇറ്റ് ഈസ് വെയർ ദ വൈൽഡ് ഗീസ് ലീവ്, ഇവിടെയാണല്ലേ ആ അരണ്യങ്ങൾ വസിക്കുന്നത്, അരണ്യങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണല്ലേ. അപ്പോൾ ആദ്യത്തേതാരാ, വെൽ ദർ ഈസ് നോ ഹറി, ദ ക്രീപ്പർ ഈസ് വെരി സ്മോൾ, ഇറ്റ് വുഡ് ബി എ പിറ്റി ടു ഡിസ്ട്രോയ് ഇറ്റ് നൗ, അതാര് പറയുന്നതാ, അത് വൈൽഡ് ഗീസ് പറയുന്നതാണ്. നമുക്കറിയുമോ, അത് വൈൽഡ് ഗീസാണ് പറയുന്നത് അല്ലേ. അടുത്തത് ടു ഹൂം ഇറ്റ് വാസ് സെറ്റ്, അത് ആരോടാ പറഞ്ഞത്, അത് പറഞ്ഞത് വൈസ് ഓൾഡ് ഗൂസിനോടാണ് പറഞ്ഞത് അല്ലേ. വൈസ് ഓൾഡ് ഗൂസിനോടാണ് പറഞ്ഞത്, അതാ പ്രായം ചെന്ന വൃദ്ധനായ ആ വാർത്തയോടാണ് പറഞ്ഞത്, അല്ല അരയന്നത്തോടാണ് പറഞ്ഞത്. അപ്പോൾ വൈസ് ഓൾഡ് ഗൂസ് എന്നാണ് വേണ്ടത് കേട്ടോ. വെൻ വാസ് ഇറ്റ് സെറ്റ്, എപ്പോഴാണത് പറഞ്ഞത്, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, അതാ ഉത്തരം, ഇൻ ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി. അടുത്ത വായിക്കാം. സോ ദിസ് ഈസ് വെയർ ദ വൈൽഡ് ഗീസ് ലീവ്, അത് ആരാ പറഞ്ഞത്, ഹു സെഡ് ദിസ്, ദ ഹണ്ടർ ആണ് അല്ലേ, വേട്ടക്കാരൻ. ദ ഹണ്ടർ സെഡ് ദിസ്, അതാ. അപ്പോൾ അവിടെ താഴെ എഴുതേണ്ടത് ദ ഹണ്ടർ എന്നാണ് എഴുതേണ്ടത്. സോ ദിസ് ഈസ് വെയർ ദ വൈൽഡ് ഗീസ് ലീവ്, അതിന് താഴേക്കൊരു ആരോ തന്നിട്ടുണ്ട്, അവിടെ താഴെ ആദ്യം എഴുതേണ്ടത് ഹണ്ടർ എന്നാണ്. മനസ്സിലായില്ലേ. അടുത്തത് ആരോടായത്, ടു ഹും ഇറ്റ് വാസ് സെറ്റ്, ടു ദ, ആരോടാ പറഞ്ഞത്, ടു ഹിംസെൽഫ്, അത് തന്നോട് തന്നെയാണ് പറഞ്ഞതല്ലേ, വേട്ടക്കാരൻ സ്വയം പറഞ്ഞതാണ്, ടു ഹിംസെൽഫ്. അടുത്തത് വെൻ വാസ് ഇറ്റ് സെറ്റ്, എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, വെൻ ദ ഹണ്ടർ കെയിം ടു ദ ഫോറസ്റ്റ്, അതാണ് വെൻ ദ ഹണ്ടർ കെയിം ടു ദ ഫോറസ്റ്റ്, അങ്ങനെ അവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ സ്പീക്കേഴ്സ് ഓഫ് ദ എബവ് ലൈൻസ്, ഈ മുകളിൽ പറഞ്ഞ ലൈൻസ് പറഞ്ഞില്ലേ, അവരുടെ പടം വരയ്ക്കണം. ആദ്യം വരയ്ക്കേണ്ടത് ആരുടെയാണ്, അരയന്നങ്ങളുടെ പടമാണ് വരയ്ക്കേണ്ടത്. പിന്നീടോ രണ്ടാമത് വരയ്ക്കേണ്ടത് വേട്ടക്കാരൻ്റെ പടമാണ്, ദ ഹണ്ടേഴ്സ് പിക്ചർ. രണ്ടാമത് വരയ്ക്കേണ്ടത് വേട്ടക്കാരൻ്റെ പടമാണ് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.